2025 IPL മെഗാലേലം കഴിയുന്നതോടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ വൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മുംബൈ ഇന്ത്യൻസിൽ നായക സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനം നൽകി സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ ബംഗളൂരു നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. RCBയിൽ മുമ്പ് കളിച്ചിട്ടുള്ള KL രാഹുൽ തിരിച്ചെത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രോഹിത് ശർമ്മയെ വിട്ടു നൽകാൻ മുംബൈ ഇന്ത്യൻസ് ഒരുക്കമാണെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ രോഹിത്തോ മുംബൈ ടീം അധികൃതരോ ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരണമൊന്നും തന്നെ നടത്തിയിരുന്നില്ല. എന്നാൽ 2024 സീസണിന് തൊട്ടു മുൻപ് അപ്രതീക്ഷിതമായി തനിക്ക് പകരം ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി വാഴിച്ചതു മുതൽ രോഹിത് അസംതൃപ്തനാണ്. 5 തവണ IPL നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് രോഹിത്. നിലവിൽ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി കളിക്കുന്ന KL രാഹുലിനെ ലേലത്തിൽ വിട്ടു നൽകിയേക്കും. 8 വർഷത്തിന് ശേഷം RCBയിലേക്ക് രാഹുൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. IPLൽ 2 ഘട്ടങ്ങളിലായി രാഹുൽ ബംഗളൂരുവിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും RCBയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ആരാലും തകർക്കാൻ സാധിക്കാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് കാണാൻ സാധിക്കും. ബൗളേഴ്സ് കൂടി കിടിലൻ ഫോമിലേക്ക് എത്തിയാൽ കപ്പ് ഉറപ്പിക്കാം. 2008 മുതൽ IPLന്റെ ഭാഗമായിട്ടുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് RCB. ഇതുവരെ നടന്ന 17 സീസണുകളിലും പങ്കെടുത്തിട്ടും IPL കിരീടം ഉയർത്താൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. RCBക്ക് ശേഷം അരങ്ങേറ്റം കുറിച്ച ഫ്രാഞ്ചൈസികൾ ജേതാക്കളാവുകയും ചെയ്തു. അതിനാൽ കിരീടം ലക്ഷ്യമിട്ട് IPL 2025 ലേലത്തിന് മുൻപ് ടീം മാനേജ്മെന്റ് വമ്പൻ മാറ്റങ്ങൾ വരുത്തും. IPL 2025 മുൻപ് മെഗാ താരലേലം ഉണ്ടാവുമോ എന്ന കാര്യത്തിലും ഓരോ ടീമിലും നിലനിർത്താവുന്ന താരങ്ങളുടെ എണ്ണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളിലും വ്യക്തത വരുന്നതിനായി കാത്തിരിക്കുകയാണ് ഫ്രാഞ്ചൈസികൾ. BCCI ഇത് സംബന്ധിച്ച് ഫ്രാഞ്ചൈസികളെ വൈകാതെ വിവരമറിയിക്കും. എന്ത് തന്നെയായാലും RCBയിൽ 4 മാറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ട്. IPL 2025 മുൻപ് മെഗാലേലമില്ലെങ്കിൽ RCBക്ക് ട്രേഡ് വഴി രാഹുലിനെ കൊണ്ടുവരാൻ കഴിയും. പഞ്ചാബ് കിങ്സിന്റെയും LSGയുടെയും നായകനായിരുന്നു രാഹുൽ. 5 തവണ IPL നേടിയ രോഹിത് ശർമ്മയിലൂടെ കണ്ടിങ് കിരീടമാണ് RCB മോഹിക്കുന്നത്. ടീമിനെ കിരീട നേട്ടത്തിലേക്ക് നയിക്കാൻ എന്താണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പോയിന്റ് നിലയിൽ ഏറ്റവും അവസാനത്തേക്ക് മുംബൈ വീണുപോയിരുന്നു. ഫാഫ് ഡു പ്ലസിസിനെ RCB ഇത്തവണ വിട്ടയച്ചേക്കും. IPL 2022 മെഗാലേലത്തിലാണ് അദ്ദേഹം RCBയിൽ എത്തിയത്. 3 സീസണുകളിൽ അവരെ നയിക്കുകയും ചെയ്തു. 2 സീസണുകളിൽ RCB പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല. IPLൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ യുസ്വേന്ദ്ര ചഹലിനെ തിരികെ എത്തിക്കാനും RCB ആഗ്രഹിക്കുന്നുണ്ട്. ലേലത്തിലൂടെയോ മെഗാലേലം ഇല്ലെങ്കിൽ ട്രേഡ് വഴിയോ ഇതിന് നീക്കമുണ്ടാവും. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് യുസ്വേന്ദ്ര ഇപ്പോൾ പന്തെറിയുന്നത്. മാത്രവുമല്ല, ചഹൽ ഇപ്പോൾ കിടിലൻ ഫോമിലുമാണുള്ളത്. കഴിഞ്ഞ ദിവസം പോലും ഇംഗ്ലണ്ടിലെ കൗഡി ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ചഹൽ കയ്യടി നേടിയിരുന്നു. കൗഡിയിൽ നോർത്താംപ്ടൺഷെയറിന്റെ താരമാണ് ചഹൽ. കഴിഞ്ഞ ദിവസം ഡെർബിഷെയറിനെതിരായ പോരാട്ടത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ചഹൽ എതിരാളികളെ പ്രതിസന്ധിയിലാക്കി. കാലങ്ങളായി തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത ഇന്ത്യൻ സെലക്ടർമാർക്കുള്ള ചഹലിന്റെ മറുപടിയാണ് ഇത് എന്നായിരുന്നു ആരാധകർക്കിടയിൽ ഉയർന്ന സംസാരം. എന്തായാലും ചഹൽ കൂടി RCBയിൽ എത്തിയാൽ അത് RCBയുടെ കരുത്തു കൂട്ടും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.